ജൂബിലി വർഷത്തിൽ ആരംഭിക്കുന്ന തന്റെ ശുശ്രൂഷ പ്രത്യാശയ്ക്കായി പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്നുവെന്ന് ലിയോ 14 പാപ്പ. പരിശുദ്ധ സിംഹാസനത്തിലേക്കുള്ള നയതന്ത്ര ബന്ധത്തിന്റെ വ്യതിരിക്തത അത് സഭയുടെ കാതോലികതയുടെ പ്രകടനമാണെന്നും പദവികൾ തേടാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം മാനവികതയുടെ സേവനത്തിനായി സുവിശേഷ ദൌത്യം ശക്തമാക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്നും പാപ്പ പറഞ്ഞു. ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും നിലവിളികളോടുള്ള ശ്രവണവും സൃഷ്ടിയുടെ സംരക്ഷണം മുതൽ നിർമ്മിത ബുദ്ധി വരെ നമ്മുടെ കാലത്തെ അടയാളപ്പെടുത്തുന്ന വെല്ലുവിളികളെക്കുറിച്ചുള്ള ശ്രദ്ധയും ഫ്രാൻസിസ് പാപ്പായുടെ മുൻഗണനയിൽ എപ്പോഴും ഉണ്ടായിരുന്നതും പാപ്പ ഓർമ്മപ്പെടുത്തി. പരിശുദ്ധ സിംഹാസനത്തിലേക്കുള്ള വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളെ വത്തിക്കാനിൽ സ്വീകരിച്ച് അവരുമായി കൂടിക്കാഴ്ച നടത്തി സന്ദേശം നൽകുകയായിരുന്നു പാപ്പ. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ് എന്നിവയ്ക്കിടയിൽ കെട്ടിപ്പടുത്തിയ തന്റെ ജീവിത അനുഭവങ്ങൾ വ്യത്യസ്ത ആളുകളെയും സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുവാൻ സഹായിച്ചു. അതിനാൽ വത്തിക്കാൻ കാര്യാലയത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഓരോ രാജ്യവുമായും സംഭാഷണം ഊട്ടിയുറപ്പിക്കാനുള്ള അതിയായ ആഗ്രഹം പാപ്പ പ്രകടിപ്പിച്ചു. അഗസ്തീനിയൻ സഭയുടെ പ്രിയോർ ജനറാളായിരുന്ന കാലഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു. ഇത് നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കുവാൻ സഹായിക്കുമെന്നുള്ള പ്രത്യാശയും പാപ്പ അടിവരയിട്ടു. നെടും തൂണുകൾ എന്ന് വിശേഷിപ്പിച്ച് പാപ്പ 3 കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. സമാധാനം എന്നതായിരുന്നു ആദ്യ വാക്ക്. പലപ്പോഴും ഈ വാക്ക് നിഷേധാത്മകമായി നമുക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിലും യുദ്ധവും സംഘർഷങ്ങളും ഇല്ലാത്ത ഒരു അവസ്ഥ എന്ന് മാത്രം നിർവചിക്കപ്പെടാറുണ്ടെങ്കിലും ആ വാക്കിനുള്ള ക്രൈസ്തവമാനം വളരെ പ്രാധാന്യമർഹിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രഥമ ദാനം സമാധാനമാണെന്നുള്ള വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ വാചകവും പാപ്പ ഓർമ്മപ്പെടുത്തി. ഈ സമാധാനം ഹൃദയത്തിൽ നിന്നുമാണ് ഉത്ഭവിക്കേണ്ടത്. സമാധാനത്തിന്റെ സന്ദർഭങ്ങൾ പരിപോഷിപ്പിക്കുന്നതിന് മതങ്ങൾക്കും മതാന്തര സംഭാഷണങ്ങൾക്കും വഹിക്കാൻ കഴിയുന്ന സംഭാവന അടിസ്ഥാനപരമാണെന്ന് വിശ്വസിക്കുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സംഘടനത്തിനു പകരം കണ്ടുമുട്ടാനുള്ള ആഗ്രഹത്താൽ പ്രചോദിതമായ സംഭാഷണത്തിനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം നയതന്ത്ര മേഖലയിൽ ഉള്ളവർക്ക് ഉണ്ടാകണം. യഥാർത്ഥ നിരായുധീകരണമില്ലാതെ ഒരു സമാധാനവും സാധ്യമല്ല എന്ന ഫ്രാൻസിസ് പാപ്പായുടെ അവസാന ഊർബി എത് ഓർബി സന്ദേശത്തിലെ വാക്കുകളും പാപ്പ അനുസ്മരിച്ചു. രണ്ടാമത്തെ വാക്ക് നീതി എന്നുള്ളതാണ്. സമാധാനം പിന്തുടരുന്നതിന് നീതി നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. റേരും നോവാരും ചാക്രിക ലേഖനത്തിൽ ലിയോ 13 പാപ്പ അടിവരയിടുന്ന സാമൂഹിക നീതി ഈ കാലഘട്ടത്തിൽ കൈവരിക്കേണ്ടത് ഏറെ ആവശ്യമാണെന്നും ഇതാണ് ലിയോ 14 എന്ന പേര് തിരഞ്ഞെടുക്കുവാൻ പ്രേരിപ്പിച്ചതെന്നും പാപ്പ പറഞ്ഞു. വിഘടിക്കപ്പെട്ടതും സംഘർഷഭരിതവുമായ നിരവധി അസന്തുലിതാവസ്ഥകൾക്കും അനീതികൾക്കും മുന്നിൽ പരിശുദ്ധ സിംഹാസനത്തിന് മൗനം അവലംബിക്കുവാൻ സാധിക്കുകയില്ല. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സുസ്ഥിരമായ ഐക്യത്തിൽ സ്ഥാപിതമായ കുടുംബത്തിൽ നിക്ഷേപം നടത്തുന്നതിലൂടെയും നീതി ഉറപ്പാക്കുവാൻ സാധിക്കും. കുടിയേറ്റക്കാരുടെ അന്തസ്സ് സംരക്ഷിക്കാനുള്ള കടമയും പാപ്പ എടുത്തുകാട്ടി. മൂന്നാമത്തെ വാക്ക് സത്യം എന്നുള്ളതാണ്. അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളിൽ സത്യമില്ലാതെ സമാധാനപരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. ആശയവിനിമയത്തിന്റെ വസ്തുനിഷ്ഠവും യഥാർത്ഥവുമായ സാഹചര്യങ്ങൾ കുറഞ്ഞുവരുന്നത് വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു. മനുഷ്യനെയും ലോകത്തെയും കുറിച്ചുള്ള സത്യം സംസാരിക്കുന്നതിൽ നിന്ന് സഭയ്ക്ക് ഒരിക്കലും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ല. കുടിയേറ്റം, നിർമ്മിത ബുദ്ധിയുടെ ധാർമ്മിക ഉപയോഗം, ഭൂമിയുടെ സംരക്ഷണം തുടങ്ങിയ നമ്മുടെ കാലത്തെ വെല്ലുവിളികളെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നേരിടാൻ സത്യസന്ധമായ ജീവിതം ആവശ്യമെന്നും പാപ്പ പറഞ്ഞു. ക്രൈസ്തവ വീക്ഷണത്തിൽ സത്യം എന്നത് അമൂർത്തവും അദൃശ്യവുമായ തത്വങ്ങളുടെ സ്ഥിരീകരണമല്ല, മറിച്ച് ക്രിസ്തുവെന്ന വ്യക്തിയുമായുള്ള കണ്ടുമുട്ടലാണ്. സത്യം, നീതി, സമാധാനം എന്നിവയിൽ അടിസ്ഥാനമാക്കി മാനവികത സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു ലോകം കെട്ടിപ്പടുക്കാനുള്ള ഉത്തരവാദിത്വവും പാപ്പ എടുത്തു പറഞ്ഞു.